ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കൊരു വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ചട്നി ഉണ്ടാക്കാം. ഈ ചട്നി ഇഡ്ലിക്കും ദോശയ്ക്കും ദോശയുടെ വെറൈറ്റീസൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതായ ഒരു ചട്നിയാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ചെറിയ ജാറ് എടുക്കുക. ഇത് ഞാൻ ഒരു 2 പേർക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ നിന്നാണ് ആ രീതിയിലാണ് മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്, അതോടൊപ്പം ഒരു 3 or 4 സോക്ഡ് കാഷ്യൂ നട്ട്സ്, പറങ്കിയണ്ടി സോക്ക് ചെയ്തത്, അതൊരു 10 മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ഒരു 4 to 5 അല്ലെങ്കിൽ 3 ആയാലും കുഴപ്പമില്ല. ഇനി ഇതില്ല എങ്കിലും നോ പ്രോബ്ലം. ഒരു 3-4 ബദാമിൻ്റെ സോക്ക് ചെയ്തതായ ബദാം സോക്ക് ചെയ്ത് അതിൻ്റെ ഹസ്കെല്ലാം റിമൂവ് ചെയ്തതാണ്. ഇത് അൺസോൾട്ടഡ് റോസ്റ്റഡ് പീനട്ട്, ഇത് 1 ടേബിൾ സ്പൂണ്. റോസ്റ്റഡ് ബംഗാൾ ഗ്രാം, അതായത് പൊട്ടുകടല, ഇതും 1 ടേബിൾ സ്പൂണുണ്ട്. ആവശ്യത്തിനുള്ളതായ സോൾട്ട് ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി അല്പം ജിഞ്ചർ, ഇഞ്ചി, 2 ഷാലറ്റ്, ചെറിയുള്ളി, അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി, അതും എരിയുടെ അനുസരിച്ച് നമ്മൾ ചേർക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് കറി ലീവ്സ് കൂടെ ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ രീതിയിൽ നമ്മൾ അരച്ചെടുക്കുക. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് താളിക്കുക മാത്രം ചെയ്താൽ മതി. അതിൽ താളിക്കാനായിട്ട് ഞാൻ ചെറിയ ഒരു കടായി വെച്ചു. ഒരു 1 ടേബിൾ സ്പൂണ് ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തത്, കോക്കനട്ട് ഓയിലല്ല. എണ്ണ ചൂടായി, അതിലേക്ക് അല്പം കടുകിടുക. 2 കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളകും അല്പം കറി ലീവ്സ് കൂടി ഇടുക. ഈ താളിച്ചത് ഈ ചട്ടിയിലേക്ക് ഒഴിക്കുന്നു. ഇവിടെ നമ്മുടെ എന്നാ പറഞ്ഞ ചട്നി തയ്യാറായിട്ടിരിക്കുന്നു. ഈ ചട്നി ഞാൻ പറഞ്ഞ പോലെ ദോശയുടെ കൂടോ ഇഡ്ലിയുടെ കൂടോ, ഇതിലെ വെറൈറ്റീസ് ഓഫ് ദോശ ഉണ്ടല്ലോ, അതിൻ്റെ കൂടോ കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹെൽത്തി ചട്നിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളും ഇത് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യണം. എനിക്ക് എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ ഞാൻ വരുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു.